വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെട്ടാലോ? ഈ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് ഫ്ലെക്സ് ബോർഡുകളില്ല, ബാനറുകളില്ല, പോസ്റ്ററുകളില്ല, ചുവരെഴുത്തുകളുമില്ല, അനൗൺസ്മെന്റ് വാഹനങ്ങളുമില്ല. കോട്ടയം നഗരസഭയുടെ 35-ാം വാർഡിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി K. ശങ്കരനാണ് ഈ വ്യത്യസ്തൻ. പ്രചാരണത്തിന് ചെലവാക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുകയാണ് യോഗാചാര്യനായ ഈ ശങ്കരൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പുത്തൻ പുലരിയുമായി രാഖി അനൂപ് ചേരും. നമസ്തേ. ഇപ്രാവശ്യം ഈ ഫ്ലെക്സും ബോർഡും ബാനറും ഒന്നുമില്ല. നമ്മളെ സംബന്ധിക്കുന്ന ഇതൊന്നും ആവശ്യമില്ല. അപ്പം ബോർഡിനൊക്കെ പൈസ കുറേ ആവും. അപ്പം അത് നമുക്ക് സേവ് ചെയ്താൽ കുറച്ച് ചില ആളുകളുണ്ട്, അവർ ക്യാൻസർ പേഷ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മത്സരിക്കുന്നതായിട്ട് അറിയത്തില്ല. അപ്പോൾ ബോർഡ് ഇല്ലെങ്കിലും അതിൽ പടമൊന്നും കണ്ടില്ലെങ്കിലും ഒരു കുറവും വിചാരിക്കരുത്. വീടുകളിൽ നേരിട്ടെത്തും, വോട്ടർമാരെ കാണും, ഒരു ലഘു നോട്ടീസ് നൽകും. K. ശങ്കരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇത്രമാത്രം. ഇങ്ങനെ പ്രചരണം നടത്തിയാൽ വലിയ തുക ലാഭിക്കാം. ഈ പണം വിനിയോഗിക്കുന്നതാകട്ടെ ജീവകാരുണ്യത്തിനും. എന്താണ് ഒരു സ്ഥാനാർത്ഥിയും പരീക്ഷിക്കാൻ മുതിരാത്ത ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ മറുപടി പറയും. ഇങ്ങനെ ഒരു ആശയം രൂപപ്പെടാൻ കാരണം, ഞാനൊരു 1.5-2 മാസം മുമ്പ് വീടുകൾ സമ്പർക്കം ചെയ്യുന്ന ഒരവസ്ഥയിൽ, ഇലക്ഷന് വേണ്ടിയിട്ടൊന്നുമല്ല, അപ്പോൾ ഒരു വീട്ടിൽ പോയ സമയത്ത് കണ്ട ഒരു കാഴ്ച, ആ കാഴ്ച വളരെ വിഷമമായിരുന്നു. അവിടെ ഒരു കുഞ്ഞ് വളരെ വിഷമത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ സാധിക്കുന്നിടത്തോളം പണം കുറച്ച് ചിലവഴിച്ച് ഇലക്ഷന് മത്സരിക്കണം, എന്നിട്ട് അത് സേവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സർവീസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പരിസ്ഥിതി സംബന്ധമായിട്ട് വളരെയധികം കാര്യങ്ങളിൽ പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാനൊരു യോഗാധ്യാപകനാണ്. ആ നിലയിൽ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ യോഗാ കേന്ദ്രം വഴിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു പരിസ്ഥിതി സൗഹൃദമായി മത്സരിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു കാഴ്ചപ്പാടും നമ്മുടെ ദർശനമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് അതിന് നമ്മുടെ പ്രവർത്തകരിൽ നിന്നും വലിയ പിന്തുണയാണ് ഉണ്ടായത്. നഗരസഭയിലേക്ക് ഇത് 3-ാം അംഗമാണ്. കഴിഞ്ഞ 2 തവണയും ജനപ്രതിനിധി തന്നെ. കോട്ടയം നഗരസഭയിൽ BJPയുടെ ആദ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം ശങ്കരനുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോട്ടയം നഗരസഭയിലെ ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറുന്നത്. ഒപ്പം തന്നെ വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ, പദ്ധതികൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ കോട്ടയം നഗരസഭയുടെ പരിധിയിലുള്ള ഏതാണ്ട് 78ഓളം സ്കൂളുകളിൽ, അതിനു മുമ്പ് വരെ ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രം നടത്തിയിരുന്ന പല പ്രോജക്റ്റുകളും മുഴുവൻ സ്കൂളുകളെയും സമഗ്രമായി കണ്ടുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കുടിവെള്ളം കുടിക്കുന്നതിനായിട്ട് എല്ലാ സ്കൂളുകൾക്കും നമ്മൾ വാട്ടർ കൂളർ നൽകാനായിട്ട് സാധിച്ചു. എല്ലാ കുട്ടികളെയും നീന്തൽ പരിശീലനം നടത്തി വേണം 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ പുറത്തു വരേണ്ടത് എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ അത്തരം വലിയൊരു പ്രോജക്റ്റ്, ഒരു ബഹുവർഷ പ്രോജക്റ്റ് ഉണ്ടാക്കി. സർക്കാർ മാനദണ്ഡം അനുസരിച്ച് 18 സ്കൂളുകളിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരെ അയക്കാൻ കോട്ടയം നഗരസഭയ്ക്ക് സാധിച്ചു. ലൈബ്രറിയന്മാരെ സർക്കാർ നിയമിക്കുന്നില്ല, പകരം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലൈബ്രറിയന്മാരെ ഈ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും നമ്മൾ നിശ്ചയിച്ചു. അങ്ങനെ ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഗ്രാമുകൾ, പ്രോജക്റ്റുകൾ കോട്ടയം നഗരസഭയിൽ നടത്താനായിട്ട് സാധിച്ചു. ഞാൻ ഈ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പോസ്റ്റർ ഇല്ല, ഒക്കത്തില്ല, നമുക്ക് കുറച്ചെങ്കിലും പോസ്റ്റർ വേണമെന്ന് അടിച്ച് ഞാൻ വെങ്കടിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ വെങ്കടി മറുപടി പറഞ്ഞത്, സ്നേഹയുടെ ഇത്തവണ അങ്ങനെയല്ല പരിപാടി നമ്മൾ നടത്തുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞത് കുറച്ച് നമുക്ക് ഒരു ഓഫീസിൽ കുറച്ച് പോസ്റ്റർ, ഒരു പ്രധാന കവലകളിലൊക്കെ ഒരു പോസ്റ്റർ വെക്കണമെന്നില്ല, ഇതിൽ ഒന്നും തന്നെ നമ്മൾ വെക്കുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനകീയരായിട്ടുള്ള ആളുകൾ ഉണ്ടായി വരണം കൂടുതൽ.
ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ള, അതൊരു ദൈവകാര്യം പോലെ ഈശ്വരകാര്യം പോലെ ചെയ്യുന്നവരുണ്ടായി വരണം. അപ്പോൾ അതിനൊരു പ്രേരണയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ജനങ്ങളോട് കൂടുതൽ ഇടപെടാനുള്ള ഒരു പ്രേരണ മറ്റുള്ളവർക്കും കൂടി കിട്ടും. ജനം കോട്ടയം